ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുനാഫയാണ് കേട്ടോ. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുനാഫ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ കുനാഫ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രോസൺ ആയിട്ടുള്ള കുനാഫ ഡോ വന്നിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ഞാനിവിടുന്ന് ലുലുന്ന് വാങ്ങിയതാണ്. അപ്പം ഇത് യൂസ് ചെയ്താണ് ഞാനിവിടെ കുനാഫ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കുനാഫ ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴും കുനാഫ ഉണ്ടാക്കുമ്പോൾ കുനാഫ ഡോ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. മിക്സിയിലിട്ട് പൊടിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സർ യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യുക. ഇതിനേക്കാളും ചെറുതാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അപ്പം നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അമൂലിൻ്റെ ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് മിക്സ് ആവണം കേട്ടോ ബട്ടറിൽ. അപ്പം അങ്ങനെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുനാഫ ഡോ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുനാഫ ഉണ്ടാക്കുന്ന ഒരു ടിന്നുണ്ടല്ലോ, അത് ബട്ടർ യൂസ് ചെയ്തിട്ട് ഗ്രീസ് ചെയ്ത് വെക്കാം. അത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ബട്ടർ എടുത്തിട്ട് നമുക്ക് എല്ലാ സൈഡിലും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കുനാഫ ഡോ ഉണ്ടല്ലോ, അതിൻ്റെ പകുതി നമുക്കിപ്പം ഫസ്റ്റ് ലെയറായിട്ട് ഈ ഒരു ടിന്നിൽ നിരത്തി കൊടുക്കുക. എന്നിട്ട് എല്ലാ സൈഡും ഇതുപോലെ തന്നെ ലെവൽ ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡും ഒരുപോലെ ആക്കി കൊടുക്കുക. അതുപോലെ സൈഡിൽ കുറച്ച് മുകളിലോട്ട് നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 10 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മളുടെ കുനാഫയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ കോൺഫ്ലവർ പൊടിയും അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ മൈദയും പിന്നെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടത് നമ്മളുടെ ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊഴിച്ചതിന് ശേഷം കൈ വെക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കൈ വെക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളുടെ ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ മിക്സ് ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാ ട്രയാങ്കിൾ ഷേപ്പിലുള്ള 4 ക്രീം ചീസാണ് കേട്ടോ ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അപ്പം ഇനി ഇത് നന്നായിട്ട് ചെറിയ തീയിലിട്ടിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ഈ ക്രീം ചീസ് ഇതിൽ മെൽറ്റ് ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളുടെ ക്രീം ചീസും നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ആ സമയം കൊണ്ടില്ലേ നമ്മളുടെ കുനാഫൻ്റെ ഫസ്റ്റ് ലെയർ ഉണ്ടല്ലോ
അതിവിടെ നന്നായിട്ട് ബേക്കായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കാണുന്നില്ല, നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ സെക്കൻഡ് ലെയർ ആയിട്ടുള്ള നമ്മളുടെ മിൽക്കിൻ്റെ പാലിൻ്റെ ഫില്ലിങ്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിലും ഒരുപോലെ ആവുന്ന രീതിയിൽ വേണം കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ മോസറല്ല ചീസ് ഉണ്ടല്ലോ, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിലും ഇതുപോലെ ഒരുപോലാവുന്ന രീതിയിൽ ഒന്ന് വിതറി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ കുനാഫ ഡോ ഉണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡും നന്നായിട്ട് കവറായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതുപോലെ കൈകൊണ്ട് മുകളിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് വീണ്ടും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ താഴെയും മുകളിലും ഹീറ്റ് ലഭിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഓവൻ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഇതൊരു 15 to 20 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ കുനാഫ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള കുനാഫ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒരു പ്ലേറ്റിൽ മറിച്ചിട്ടതാണ് കേട്ടോ. അതിൻ്റെ അടിവശമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പം ഇതെല്ലാവരും മറിച്ചിട്ടെടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക, കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് സ്ലിപ്പായി പോയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മുകളിൽ ആ ഒരു ലെയർ ഒന്ന് ഇളകി വന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും മറിച്ചിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പിസ്താഷ്യോ അതുപോലെ വേറെ ഏതെങ്കിലും നട്ട്സോ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് നമ്മൾ ഷുഗർ സിറപ്പ് കൂട്ടിയാണ് കേട്ടോ കഴിക്കേണ്ടത്. കുനാഫ എപ്പോഴും നല്ല ചൂടോട് കൂടിയാണ് കേട്ടോ കഴിക്കേണ്ടത്. നല്ലൊരു അറബിക് സ്വീറ്റാണ്, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പം എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.